ASO ടൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O ടൈറ്റർ എന്നാണ് എൻ്റെ അർത്ഥം. അതായത് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ, അതായത് സ്ട്രെപ്റ്റോകോക്ക എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ നമ്മുടെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്കിന്നിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ തൊണ്ടയിലോ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വന്നു കഴിയുമ്പോൾ ബോഡി അതിനെതിരെ ഉണ്ടാക്കുന്ന ഒരു ആൻറ്റിബോഡിയാണ് ASO എന്ന് പറയുന്നത്, ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O ആൻറ്റിബോഡി. അത് എത്രമാത്രമുണ്ട് എന്ന് നോക്കുന്നതിനാണ് ടൈറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പണ്ട് കാലം എന്തിനാണ് ഈ ASO ടൈറ്റർ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ കാലങ്ങളിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമായിരുന്നു റുമാറ്റിക് ഫീവർ എന്ന് പറയും. റുമാറ്റിക് ഫീവർ എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളെ ബാധിക്കുന്ന ഒരു വാതരോഗമാണ്. അതിൽ സന്ധികളെ അത് ബാധിക്കുമെങ്കിലും സന്ധികൾ മാറി മാറി വേദന, അതായത് ഒരു ദിവസം ഒരു സന്ധിക്ക് വരും, അടുത്ത ദിവസം അടുത്ത സന്ധികൾക്ക് വരും, അങ്ങനെ മാറി മാറി വേദന വരും. അതിനുശേഷം അത് ഹാർട്ടിനെ ബാധിക്കും, ഹൃദയത്തെ ബാധിക്കും, ഹൃദയത്തിൽ വാൽവിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ അവർക്ക് അതിനോടുള്ള ഓവർ റിയാക്ഷൻ കാരണമാണ് ഈ അവയവങ്ങളൊക്കെ ബാധിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് സന്ധികളിൽ മാറി മാറിയുള്ള വേദന വരുന്നു, പനി വരുന്നു, ഹാർട്ടിന് പ്രശ്നം വരുന്നു. അങ്ങനെയുള്ളവർക്ക് ASO നോക്കുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യാൻ സാധിക്കും, ബോഡിയിൽ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ കഴിഞ്ഞ് 2 ആഴ്ചയോ 3 ആഴ്ചയോ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ASO ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ ആൻറ്റിബയോട്ടിക് വന്നു, അപ്പോൾ പനി വന്നാൽ പെട്ടെന്ന് ചികിത്സിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം കൊണ്ടും സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന റുമാറ്റിക് ഫീവർ വളരെ വളരെ കുറഞ്ഞു, ഓൾമോസ്റ്റ് ഇല്ലെന്ന് തന്നെ പറയാം. വളരെ വളരെ കുറഞ്ഞു, ഇൻസിഡൻസ് വളരെ കുറഞ്ഞു. പക്ഷേ ആളുകൾക്ക് ഇപ്പോഴും ആ ASO ടൈറ്റർ ഇപ്പോഴും ഒരു പേഷ്യൻറ്റ് സന്ധിവേദന വന്നു കഴിഞ്ഞാൽ ASO ടൈറ്റർ ചെയ്യുക എന്നുള്ളത് പല ഡോക്ടർമാർ എഴുതി കൊടുക്കാറുണ്ട് ASO ടൈറ്റർ. അപ്പോൾ ASO ടൈറ്റർ നോക്കുന്നു, ASO ടൈറ്റർ നോക്കുമ്പോൾ ഒരു 350 ആണ്, 400 ആണ്. ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ 3 മുതൽ 6 മാസം വരെ ASO ടൈറ്റർ കൂടി നിൽക്കാം. ASO ടൈറ്റർ കൂടിയതുകൊണ്ട് മാത്രം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ ASO ടൈറ്റർ 30% ആളുകൾ കൂടുതൽ കാണും, കൂടുതൽ ആളുകളിലും അത് കൂടുതലായിരിക്കും. അതായത് ഒരു പോപ്പുലേഷൻ എടുക്കാതെ 30% ആൾക്കാർ കൂടുതൽ കാണും. അവർക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ASO ടൈറ്റർ കൂടിയതുകൊണ്ട് പേടിക്കേണ്ട കാര്യം. എന്താണ് ലക്ഷണം? സന്ധികളിൽ വേദന, വിടുമാറാത്ത പനി, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ മാത്രമേ പേടിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും ഡോക്ടർമാരോട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ASO ടൈറ്റർ ഓർഡർ ചെയ്യേണ്ടത്. ASO ടൈറ്റർ എപ്പോഴാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ലക്ഷണങ്ങളുള്ള രോഗിക്ക് മാത്രമേ ASO ടൈറ്റർ നോക്കിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ASO ടൈറ്റർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ കൺഫ്യൂഷനിലോട്ട് പോകും. അതുകൊണ്ട് രോഗികളോടെല്ലാം പറയാനുള്ളത്, നിങ്ങൾ ASO ടൈറ്റർ കൂടുതലാണെങ്കിൽ തന്നെ ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല. ഒരു റുമറ്റോളജിസ്റ്റിനെ കാണുക, ഇതിന് ലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് മാത്രം കൺഫേം ചെയ്യുക. അതിനുശേഷം സാധാരണഗതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി. വീണ്ടും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്താൽ മതി. അല്ലാതെ ASO ടൈറ്റർ കൂടിയതിന് മാത്രം വർഷങ്ങളോളം മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ആർക്കാണ് മരുന്ന് കഴിക്കേണ്ടി വരുന്നത്? ASO ടൈറ്റർ കൂടിയത് കാരണം റുമാറ്റിക് ഫീവർ വന്നവർക്ക്. അത് സാധാരണ ഇക്കാലത്ത് വളരെ വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടാകുന്നവരുടെ എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുമ്പ് കാലത്തേക്ക് വളരെ കൂടുതലായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 20, 25, 30 കൊല്ലമായിട്ട് റുമാറ്റിക് ഫീവറിൻ്റെ ഇൻസിഡൻസ് കേരളത്തിലേക്ക് വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ASO ടൈറ്റർ കൂടി നിൽക്കുന്നത് ഒരു അസുഖത്തിൻ്റെ ലക്ഷണം അല്ല. അത് സാധാരണയായിട്ട് 30% ഓഫ് നമ്മുടെ പോപ്പുലേഷനിൽ കാണും. എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം ആളുകൾ ഈ ASO ടൈറ്റർ ഉണ്ട് കൂടിയെന്ന് പറഞ്ഞ് പേടിച്ച് പലപ്പോഴും മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ റുമാറ്റിക് ഫീവർ ഉണ്ടെന്ന് വിചാരിച്ച് ആവശ്യമില്ലാതെ ചികിത്സയ്ക്ക് വിധേയരാകുകയോ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ASO ടൈറ്റർ കൂടിയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടറെ കാണുക, അത് കറക്റ്റായിട്ട് അത് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി.